നമസ്കാരം. PSC നോട്ട്സിൻ്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മഹേഷ്. നമുക്ക് പരീക്ഷകളിൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായിട്ടുള്ളതും നിരവധി തവണ ചോദിച്ചതുമായ കുറച്ച് ചോദ്യങ്ങളെ പരിചയപ്പെടാം. സിദ്ധാന്തങ്ങളും ഉപജ്ഞാതാക്കളും. ഇവിടെ സിദ്ധാന്തങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ മനഃശാസ്ത്ര മേഖലകളും അല്ലെങ്കിൽ ഓരോ ടേംസുകളും ഈ സംഭാവന, ഈ വാക്ക് ആരുടേതാണ്. കൺഫ്യൂഷൻ ഉണ്ടാകും. കേൾക്കാത്തതും പഠിച്ചതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കാം. വ്യക്തിത്വ മനഃശാസ്ത്രം വില്യം സ്റ്റെയിൻ ആണ്, അല്ലേ? വില്യം സ്റ്റെയിൻ ആണ് വ്യക്തിത്വ മനഃശാസ്ത്രം. ബുദ്ധി എന്ന മേഖലയിൽ കൂടി വന്നെയാണ്. വ്യക്തിത്വ മനഃശാസ്ത്ര വിജ്ഞാതാവ് ചോദിക്കുമ്പം ആരായിരിക്കാം? ഓർത്ത് വെച്ചോണം, വില്യം സ്റ്റെയിൻ ആണ്. അതുപോലെ ഹോളിസ്റ്റിക് മനഃശാസ്ത്രം അഡോൾഫ് മേയർ എന്നാണ്. എന്താണ് ഹോളിസ്റ്റിക് എന്ന് ചോദിക്കാറൊന്നുമില്ല, ആ പേരൊന്ന് ഓർത്ത് വെച്ചോണം. ഹോളിസ്റ്റിക് മനഃശാസ്ത്രം അഡോൾഫ് മേയർ. ജ്ഞാന നിർമ്മിതിവാദം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിരവധി തവണ ചോദിച്ചു. പിയാഷെയുടെയാണ് ജ്ഞാന നിർമ്മിതിവാദം. ഘടനാവാദം വില്യം വൂണ്ട്, സ്ട്രക്ചറലിസം. ധർമ്മവാദം വില്യം ജെയിംസ്, ചേഷ്ടാവാദം വാട്സൺ, വ്യവഹാരവാദമെന്നും വർത്തനവാദമെന്നും അറിയപ്പെടുന്നു. മനോവിശ്ലേഷണവാദം സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വ്യക്തിത്വ മനഃശാസ്ത്രം വില്യം സ്റ്റെയിൻ ആണ്. ഹോളിസ്റ്റിക് മനഃശാസ്ത്രം അഡോൾഫ് മേയർ. ജ്ഞാനനിർമ്മിതിവാദം പ്രത്യേകിച്ച് പഠിച്ചോണം, ജീൻ പിയാഷെ. ഘടനാവാദം വില്യം വൂണ്ട്. ധർമ്മവാദം വില്യം ജെയിംസ്, അല്ലെ? ധർമ്മവാദം ഫങ്ഷണലിസമാണ്. ചേഷ്ടാവാദം അല്ലെങ്കിൽ വ്യവഹാരവാദം എന്നോ വർത്തനവാദം എന്നോ ചോദിക്കുമ്പം എന്തായിരിക്കാം? വാട്സൺ ആണ്. മനോവിശ്ലേഷണവാദം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അന്തർദൃഷ്ടി സിദ്ധാന്തം, അല്ലെ? ഇൻസൈറ്റ് ലേണിംഗുമായിട്ട് അന്തർദൃഷ്ടി സിദ്ധാന്തം കൊഹ്ലറാണ്. ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി എന്നാണ്, കെർട്ട് ലെവിനാണ്. അന്തർദൃഷ്ടി സിദ്ധാന്തം കൊഹ്ലർ, ക്ഷേത്ര സിദ്ധാന്തം കെർട്ട് ലെവിൻ. ടോപ്പോളജിക്കൽ മനഃശാസ്ത്രം അങ്ങനെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ആ ഒരു പോയിന്റ് വെറൈറ്റി ആയിട്ട് തന്നിരിക്കുകയാണ്. ടോപ്പോളജിക്കൽ മനഃശാസ്ത്രവും കെർട്ട് ലെവിനാണ്. കാരണം ക്ഷേത്ര സിദ്ധാന്തം ആരുടെയാണ്? കെർട്ട് ലെവിൻ്റെയാണ്. കെർട്ട് ലെവിൻ്റെ മറ്റൊരു സംഭാവനയാണ് എന്താ? ടോപ്പോളജിക്കൽ എന്നുള്ള കൂടി ഓർത്തണം. അതുപോലെ ഫോർമിക് മനഃശാസ്ത്രം പല പരീക്ഷകളിൽ ചോദിച്ചു വന്നാണ്, വില്യം മക്ഡൂഗലാണ്. ആരാണ്? ഫോർമിക് മനഃശാസ്ത്രത്തിന്റെ ഫോർമിക് സൈക്കോളജി ഉപജ്ഞാതാവ് വില്യം മക്ഡൂഗൽ. ഗസ്റ്റാൾട്ട് സൈക്കോളജി എല്ലാവർക്കും അറിയാം, മാക്സ് വെർത്തിമറാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. പക്ഷെ അതുമായി ബന്ധമുള്ള ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ സംഭാവനയാണ് ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി സിദ്ധാന്തം. അതിൻ്റെ ഉപജ്ഞാതാവ് എന്തായിരിക്കാം? കൊഹ്ലറാണ്. കൊഹ്ലർ പരീക്ഷണം നടത്തിയ ജീവി ചിമ്പാൻസിയിലാണ് നടത്തിയത്. ഓർത്ത് വയ്ക്കുക, ഗസ്റ്റാൾട്ട് സൈക്കോളജി മാക്സ് വെർത്തിമറാണ്. വൈജ്ഞാനിക വികാസം പിയാഷെ എല്ലാവർക്കും അറിയാം, നിരവധി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് വൈജ്ഞാനിക വികാസം, പിയാഷെയുടെയാണ്. അന്തർദൃഷ്ടി സിദ്ധാന്തം ഇൻസൈറ്റ് ലേണിംഗ് കൊഹ്ലർ. ക്ഷേത്ര സിദ്ധാന്തം കെർട്ട് ലെവിൻ. ടോപ്പോളജിക്കലും കെർട്ട് ലെവിൻ്റെ പേര് ഓർക്കുക. ഫോർമിക് മനഃശാസ്ത്രം വില്യം മക്ഡൂഗലാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി മാക്സ് വെർത്തിമ. വൈജ്ഞാനിക വികാസം ജീൻ പിയാഷെ. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വൈഗോട്സ്കിയാണ്, തിയറി പഠിച്ചാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. അതുപോലെ സ്ഥിതിബോധനം എന്ന് ചോദിച്ചാലും അതും വൈഗോട്സ്കിയാണ്. സ്ഥിതബോധനം, സ്ഥിതബോധനം, സ്ഥിര എന്നല്ല, സ്ഥിതബോധനം എന്ന് തന്നെയാണ്. മുൻപൊരിക്കൽ LPSCക്ക് ചോദിച്ച ചോദ്യമാണ്, സ്ഥിതബോധനം എന്ന ആശയം ആരുടേതാണ്? ഇതൊരു ഐഡിയയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വൈഗോട്സ്കിയാണ്. അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒന്നാണ് സ്ഥിതബോധനം, വൈഗോട്സ്കിയുടെയാണ്. കൈത്താങ് നൽകൽ സ്കഫോൾഡിങ് വൈഗോട്സ്കിയാണ്, അല്ലെ? ആ കുട്ടിക്കും ആ പഠിതാവിനും അധ്യാപകനും ഇടയ്ക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കൈത്താങ് കൊടുക്കുന്നു. സ്കഫോൾഡർ എന്തായിരിക്കാം? സ്കഫോൾഡിങ് വൈഗോട്സ്കിയുടെ ആശയമാണ്. സമീപസ്ഥ വികസന മണ്ഡലം ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്തായിരിക്കാം? അതും വൈഗോട്സ്കിയുടെയാണ്. സഹകരണാത്മക പഠനം അതും വൈഗോട്സ്കിയാണ്. അപ്പം വൈഗോട്സ്കി നാല് ടേംസ് ഓർത്തണം. സ്ഥിതബോധ 5 ടേംസ് ഉണ്ട്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം ആരുടെയാണ്? വൈഗോട്സ്കിയാണ്. സ്ഥിതബോധനം വൈഗോട്സ്കിയാണ്. കൈത്താങ് നൽകൽ സ്കഫോൾഡിംഗ് വൈഗോട്സ്കി. സമീപസ്ഥ വികസന മണ്ഡലം ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വൈഗോട്സ്കിയാണ്. സഹകരണാത്മക പഠനം വൈഗോട്സ്കിയാണ്. മാനവികതാവാദം കോൾ റോജേഴ്സ് ആണ്.
ആദർശ സിദ്ധാന്തം പ്രൊഫസർ ബാഗ്ലിയാണ്. അല്ലേ, ചില സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട് പ്രൊഫസർ ബാഗ്ലിയുടെ പേര്. ഓർത്ത് വെച്ചോണം. ഐഡിയലിസം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആദർശ സിദ്ധാന്തം എന്ന പേരിലൊരു സിദ്ധാന്തം വന്നു. ഏതാണ് പ്രൊഫസർ ബാഗ്ലി എന്ന പേര് ഓർത്ത് വെക്കുക. മാനവികതാവാദം കോൾ റോജേഴ്സും ഉണ്ട്, എബ്രഹാം മാസ്ലോ ഉണ്ട്. എബ്രഹാം മാസ്ലോ വരുന്നുണ്ട്. അതുപോലെ മാനവികവാദം കോൾ റോജേഴ്സും ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വ്യക്തിത്വ മനഃശാസ്ത്രം വില്യം സ്റ്റെയിൻ ആണ്. ഹോളിസ്റ്റിക് മനഃശാസ്ത്രം അഡോൾഫ് മേയർ ആണ്. ജ്ഞാന നിർമ്മിതിവാദം പിയാഷെയാണ്. ഘടനാവാദം വില്യം വൂണ്ട്. ധർമ്മവാദം വില്യം ജെയിംസ്. ചേഷ്ടാവാദം വാട്സൺ, അതായത് വർത്തനവാദം എന്നറിയപ്പെടുന്നു. അതുപോലെ എന്തായിരിക്കാം വ്യവഹാരവാദം. വർത്തനവാദം വ്യവഹാരവാദമൊക്കെ എന്താണ് വാട്സൺ ആണ്. മനോവിശ്ലേഷണവാദം ഫ്രോയിഡ് ആണ്. അന്തർദൃഷ്ടി സിദ്ധാന്തം ഇൻസെക്ട് ലേണിംഗ് കൊഹ്ലറാണ്. ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി എന്നറിയപ്പെടുന്ന കർട്ട് ലെവിൻ്റെയാണ്. ടോപ്പോളജിക്കൽ മനഃശാസ്ത്രം കർട്ട് ലെവിൻ. ഫോർമിക് മനഃശാസ്ത്രം വില്യം മക്ഡൂഗൽ. ഒരുപാട് തവണ ചോദിച്ചതാണ്, മറന്നുപോകരുത്. ഫോർമിക് മനഃശാസ്ത്രം വില്യം മക്ഡൂഗലാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി മാക്സ് വെർത്തിമാർ. വൈജ്ഞാനിക വികാസം പിയാഷെയാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വൈഗോട്സ്കി. സ്ഥിതബോധനം വൈഗോട്സ്കിയാണ്. കൈത്താങ് നൽകൽ ഇതായിരിക്കും, അത് സിദ്ധാന്തമല്ല, വൈഗോട്സ്കിയുടെ ആശയമാണ്. ഇതാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൽ പറയുന്ന ഒരു ആശയമാണ് കൈത്താങ് നൽകൽ. സ്കാഫോൾഡിംഗ് എന്ന ആശയം അത് വൈഗോട്സ്കിയാണ്. സമീപസ്ഥ വികസന മണ്ഡലം അതുവരെയാണ് വൈഗോട്സ്കിയുടെ ആശയമാണ്. സ്കാഫോൾഡിംഗ് ഓർത്ത് വയ്ക്കുക. കൈത്താങ് നൽകൽ, സമീപസ്ഥ വികസന മണ്ഡലം, സഹകരണാത്മക പഠനം വൈഗോട്സ്കിയാണ്. മാനവികതാവാദം കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയാണ്. ആദർശ സിദ്ധാന്തം പ്രൊഫസർ ബാഗ്ലിയാണ്. അനുബന്ധന സിദ്ധാന്തം പാവ്ലോ. അല്ലെ, കണ്ടീഷനിങ് തിയറി പഠിച്ചാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണിക അനുബന്ധനമാണ്. അനുബന്ധന സിദ്ധാന്തം പാവ്ലോവാണ്. ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടേക്ക് പഠിച്ചു. അതുപോലെ ക്രിയാഗവേഷണം സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. സ്റ്റീഫൻ എം കോറി എന്നാണ് കേട്ടോ. കോറി എന്നാലും കാണും, ചിലപ്പോൾ ഫുൾ നെയിം കാണും. ക്രിയാഗവേഷണം ക്രിയ ആക്ഷൻ റിസർച്ച് എന്നാണ്. ആക്ഷൻ റിസർച്ചിന്റെ പിതാവാണ് സ്റ്റീഫൻ എം കോറി. സാമൂഹിക മിതി സോഷ്യോഗ്രാം സോഷ്യോമെട്രിക്സ് എന്താണ് JL മൊറീനോ ആണ്. കുട്ടികളുടെ സാമൂഹ്യ ബന്ധം പരിശോധിക്കാൻ നടത്തുന്ന പരിശോധന രീതിയാണ്, ടൂളാണ് സാമൂഹ്യമിതി. കായിക ചാലക വികാസം എലിസബത്ത് ഹെർലോക്കാണ്. ഓർത്തു വെച്ചണം, കായിക ചാലക വികാസം എലിസബത്ത് ഹെർലോക്കാണ്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ്. ത്രിമുഖ സിദ്ധാന്തം മറ്റു പേരാണ് ഗണിത സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഇതാണ് ഗണിത സിദ്ധാന്തം. അതുപോലെ ബുദ്ധിയുടെ ക്യൂബുലർ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം എന്നും ഗണിത സിദ്ധാന്തം എന്നും ക്യൂബുലർ സിദ്ധാന്തം എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഗിൽഫോർഡിന്റെ തിയറിയാണ്. ഗിൽഫോർഡാണ് ഒരു വിജ്ഞാതാവ്. അനുബന്ധന സിദ്ധാന്തം പാവ്ലോവ്. ശ്രമപരാജയം തോണ്ടേക്കാണ്. ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറി. സാമൂഹ്യമിതി JL മൊറീനോ. കായിക ചാലക വികാസം എലിസബത്ത് ഹെർലോക്കാണ്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗണിത സിദ്ധാന്തം അതല്ലെങ്കിൽ ക്യൂബുലർ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റെയാണ്. വൈകാരിക വികാസം കാതറിൻ എം റിഡ്ജ് ആണ്. വൈകാരിക വികാസം, നമ്മൾ വൈകാരിക വികാസം എന്ന് കേൾക്കുമ്പം ഡാനിയൽ ഗോൾമാനൊക്കെ എഴുതി വെക്കും. വൈകാരിക മാനം അല്ലെ, വൈകാരിക സിദ്ധാന്തം എന്ന് ചോദിക്കുമ്പോഴാണ് ഡാനിയൽ ഗോൾമാന്. പക്ഷേ വൈകാരിക വികസനം ആരുടെ ആശയമാണ്? കാതറിൻ എം റിഡ്ജിൻ്റെയാണ്. സാൻമാർഗിക വികസനത്തിന് കോൾബെർഗ് ആണ്. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സാൻമാർഗിക വികസനം കോൾബെർഗ് ആണ്. മനോസാമൂഹ്യ വികസനം എറിക്സൺ ആണ്. എറിക്സന്റെ നമ്മൾ പഠിച്ചു 8 തരം ആ പ്രശ്ന മേഖലകൾ പഠിച്ചു. മനോസാമൂഹ്യ വികാസം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചതാണ് എറിക്സന്റെയാണ്. സാമൂഹിക മാതൃക അനുകരണം ആൽബർട്ട് ബെന്തുരയാണ്. സാമൂഹിക എന്താണ് മാതൃക അനുബന്ധന സിദ്ധാന്തം ആൽബർട്ട് ബെന്തുരയാണ്. ബുദ്ധിമാപനം അതായത് ബുദ്ധി അല്ലെ IQ = MA/C/100 അത് ആവിഷ്കരിച്ചത് ബുദ്ധിയുടെ പിതാവായ ആൽഫ്രഡ് ബിനെ ആണ്. വൈകാരിക വികസനം കാതറിൻ എൻ റിഡ്ജ്. സാൻമാർഗിക വികസനം കോൾബെർഗ് ആണ്. മനോസാമൂഹ്യ വികസനം എറിക്സൺ ആണ്. ശരിക്കും എറിക്സൺ എന്നാണ്. എറിക്സൺ എന്നുള്ള പേര് ഓർത്ത് തന്നെ കിട്ടും. ചിലപ്പോൾ ഫുൾ നെയിം തരില്ല.
എറിക്സൺ അല്ലെ. മനോസാമൂഹിക വികസനം എറിക്സൺ, സാമൂഹിക മാതൃകാനുകരണം ആൽബർട്ട് ബെന്തുരെ, ബുദ്ധിമാപനം ആൽഫ്രഡ് ബിനെ. വൈകാരിക ബുദ്ധി അല്ലെ, നേരത്തെ എന്തായിരുന്നു? വൈകാരിക വികസനമാണ് കാതറിൻ എൻറിഡ്ജ്. വൈകാരിക ബുദ്ധി തിരിഞ്ഞു പോരുത്, വൈകാരിക വികസനമല്ല, അത് കാതറിൻ എൻറിഡ്ജ് ആണ്. വൈകാരിക ബുദ്ധി എന്നറിയിക്കാം ഡാനിയൽ ഗോൾമാൻ ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം എഴുതുകയാണ് ഡാനിയൽ ഗോൾമാൻ ആണ്. ആത്മീയ ബുദ്ധി അല്ലെ, ഇയാൻ മാർഷലാണ്. സോഹലും മാർഷലും വരുന്നുണ്ട്, അതാണ് ഇയാൻ മാർഷൽ കേട്ടോ. സോഹൽ വരുന്നുണ്ട്, പക്ഷേ ഇയാൻ മാർഷലാണ് എൻ്റെ ശ്രദ്ധേയനായത്. ഏകഘടക സിദ്ധാന്തം ജോൺസൺ ആണ്. ബുദ്ധിക്ക് ഒരു ഫാക്ടറേ ഉള്ളൂ എന്ന് പറഞ്ഞാലാണ് ജോൺസൺ. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ, ബഹുഘടക സിദ്ധാന്തം തോണ്ടേ, സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൻ, ഗണഘടക സിദ്ധാന്തം തേഴ്സ്റ്റൻ. ഈ സംഘഘടകത്തിന് മറ്റു പേരാണ് ഗണഘടകം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഗണഘടക സിദ്ധാന്തത്തിൽ വിജ്ഞാതാവ് ചോദിച്ചിട്ടുണ്ട് തേഴ്സ്റ്റൻ എന്നാണ്. ഒന്നുകൂടെ പറയാം. വൈകാരിക ബുദ്ധി സിദ്ധാന്തം ഡാനിയൽ ഗോൾമാൻ, ആത്മീയ ബുദ്ധി സ്പിരിച്വൽ കോഷ്യന്റ് അല്ലെ, സ്പിരിച്വൽ ഇന്റലിജൻസ് ഇയാൻ മാർഷലാണ്. അതുപോലെ സോഹൽ കൂടിയുണ്ട്. എന്താണ് സോഹൽ? അത് ഓപ്ഷൻ നോക്കണം, മാർഷലിന്റെ പേരാണ് വരുന്നത്. ഏകഘടക സിദ്ധാന്തം ആരാണ്? ജോൺസൺ ആണ്. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ, ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്കാണ്, സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റനാണ്, ഗണഘടക സിദ്ധാന്തം തേഴ്സ്റ്റനാണ്. പ്രബലന സിദ്ധാന്തം എന്ന ആശയം ആരുടെ സംഭാവനയാണ് ചോദിച്ചുകൊണ്ട് ഹൾ ആണ്. പ്രബലന സിദ്ധാന്തം ഹൾ. സ്കിന്നറുടെ തിയറിക്കകത്തൊക്കെ പ്രബലനം വന്നെയാണ്. അപ്പൊ സ്കിന്നർ എന്നൊരു ഓപ്ഷൻ കാണും. പ്രബലന സിദ്ധാന്തം ചോദിച്ചുകൊണ്ട് ഹൾ ആണ് ഉപജ്ഞാതാവ്. സാമാന്യവൽക്കരണ സിദ്ധാന്തം ചാൾസ് ജൂഡാണ് അല്ലെ. ചോദകത്തിന്റെ സാമാന്യവൽക്കരണമൊക്കെ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഇതിന്റെ ആവിഷ്കരിച്ചത് ചാൾസ് ജൂഡ് ആണെന്ന് ഓർത്തിരിക്കണം. സർവഭാഷ വ്യാകരണം നോം ചോംസ്കി. പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് സർവഭാഷാ വ്യാകരണത്തിന്റെ വിജ്ഞാതാവ്. അതിനെ മറ്റൊരു രീതിക്ക് ചോദിക്കും. മറ്റൊരു പോയിന്റ് ആണ് രചനാന്തരണ പ്രജനക വ്യാകരണം. ചിലപ്പോൾ രചനാന്തരണ വ്യാകരണം എന്നേ കാണത്തുള്ളൂ. അവിടെ സംഭാവന 2 വ്യാകരണം നോം ചോംസ്കി, രണ്ടും പ്രീവിയസ് ആണ്. രചനാന്തരണ പ്രജനക വ്യാകരണം നിരവധി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആ ചോദ്യം നമുക്ക് വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. സൂചനാ പഠന സിദ്ധാന്തം ടോൾമാൻ ആണ്, ഡാനിയൽ ഗോൾമാൻ അല്ല. ഇതെന്താണ്? ടോൾമാൻ ആണ്, ഓർത്തിരിക്കണം. ഡാനിയൽ ഗോൾമാൻ അല്ല, ടോൾമാൻ. പ്രബലനം ഹൾ ആണ്. സാമാന്യവൽക്കരണം ചാൾസ് ജൂഡ്. സർവഭാഷാ വ്യാകരണം രചനാന്തരണ പ്രജനക വ്യാകരണം നോം ചോംസ്കിയാണ്. സൂചനാ പഠന സിദ്ധാന്തം ടോൾമാനാണ്. വൈകാരിക ബുദ്ധി വൈകാരിക വികസനം കാതറിൻ എൻറിഡ്ജ് ആണ്. സാൻമാർഗിക വികസനം കോൾബർഗിന്റെയാണ്. മനോസാമൂഹിക വികസനം എറിക്സന്റെയാണ്. സാമൂഹിക മാതൃകാനുകരണം ആൽബർട്ട് ബെന്തുരെ. ആൽബർട്ട് എന്ന് കാണില്ല, ബെന്തുരെ എന്ന് കാണും. ബുദ്ധിമാപനം ആൽഫ്രഡ് ബിനെയാണ്. വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ. ആത്മീയ ബുദ്ധി ഇയാൻ മാർഷൽ. ഏകഘടക സിദ്ധാന്തം വൺ ഫാക്ടർ തിയറി ജോൺസൺ. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ. ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്. സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൻ. ഗണഘടക സിദ്ധാന്തം തേഴ്സ്റ്റൻ. പ്രബലനം ഓർത്തുവെക്കുക, പ്രബലന സിദ്ധാന്തം ഹള്ളാണ്. സാമാന്യ വൽക്കരണ സിദ്ധാന്തം ചാൾസ് എന്നാണ് ഇവിടെ വരേണ്ടത്, ചാൾസ് ജൂഡാണ്. പ്രബലന സിദ്ധാന്തം ഹള്ളാണ്. സാമാന്യ വൽക്കരണ സിദ്ധാന്തം ചാൾസ് ജൂഡാണ്. സർവഭാഷാ വ്യാകരണവും രചനാന്തരണ പ്രജനക വ്യാകരണവും നോം ചോംസ്കിയുടെയാണ്. സൂചനാ പഠന സിദ്ധാന്തം ശ്രദ്ധിക്കണം, ഗോൾമാനും ടോൾമാനും കാണും, ടോൾമാനാണ്. പഠന ശ്രേണി സിദ്ധാന്തം ഗാഗ്നെയാണ്. പഠനശ്രേണി സിദ്ധാന്തം എവിടെയാണ്? ഗാഗ്നയുടെയാണ്. വികാര ശുദ്ധീകരണ സിദ്ധാന്തം അരിസ്റ്റോട്ടിൽ. വൈകാരിക ബുദ്ധി കേൾക്കുമ്പോൾ ഗോൾമാൻ ഓപ്ഷൻ കാണും, പക്ഷേ ഇത് അരിസ്റ്റോട്ടിൻ്റെയാണ്. വികാര ശുദ്ധീകരണ സിദ്ധാന്തത്തിന് വിജ്ഞാത അരിസ്റ്റോട്ടിലാണ്. പഠനശ്രേണി ഗാഗ്നെയാണ്. ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ് ട്രയാർക്കിക് എബിലിറ്റി ടെസ്റ്റ്, ബുദ്ധി അളക്കുന്ന സ്റ്റാറ്റ് അല്ലെ. അപ്പൊ സ്റ്റേൺബർഗിന്റെയാണ് ട്രയാർക്കിക് സിദ്ധാന്തം. ധാതു സിദ്ധാന്തം എന്നൊരു സംഭവം ചോദിച്ചിട്ടുണ്ട്, അത് മാക്സ് മുള്ളറുടെയാണ്. ധാതു സിദ്ധാന്തം ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചിരിക്കും. മാക്സ് മുള്ളറിനെ ചോദിച്ചാണ് ധാതു സിദ്ധാന്തം. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം എബ്രഹാം മാസ്ലോയാണ്.
എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ് ആത്മ സാക്ഷാത്കാര സിദ്ധാന്തം എന്നുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ് എബ്രഹാം മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം. മറ്റൊരു പേര് സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം എന്നുമായിരിക്കും. അപ്പം പഠനശ്രേണി ഗാഗ്രിയുടെ ആണ് ആശയം. വികാര ശുദ്ധീകരണ സിദ്ധാന്തം അരിസ്റ്റോട്ടിലാണ്. ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗ്, ധാതു സിദ്ധാന്തം മാക്സ് മുള്ളർ, ആത്മസാക്ഷാത്കാര സിദ്ധാന്തം സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം എബ്രഹാം മാസ്ലോ. വ്യക്തി അധിഷ്ഠിത ചികിത്സ അല്ലെങ്കിൽ കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് കോൾ റോജേഴ്സ്. കാരണം രണ്ടുപേരും ആരാണ്? എബ്രഹാം മാസ്ലോയും കോൾ റോജേഴ്സും ഹ്യൂമനിസ്റ്റുകളാണ് അല്ലേ. വ്യക്തി അധിഷ്ഠിത ചികിത്സ, കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് കോൾ റോജേഴ്സ് ആണ് അല്ലെ. അതായത് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്നാണ്. നേരത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ് എബ്രഹാം മാസ്ലോ. തിരിഞ്ഞു പോകരുത്. പേഴ്സൺ സെന്റേർഡ് തെറാപ്പി, പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയുടെ ഉപജ്ഞാതാവാണ് ആര്? കാൾ റോജേഴ്സ്. ഓർത്ത് വയ്ക്കുക, പേഴ്സൺ സെന്റേർഡ് തെറാപ്പി. തെറാപ്പി ചികിത്സയില്ലയോ, ചികിത്സയ്ക്കായിട്ട് വിളിച്ചു എന്ന് ഓർത്ത് വെച്ചാൽ കിട്ടും. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു അല്ലെ, കൗൺസിലിംഗ് ചെയ്യാൻ വിളിച്ചു. നിയോഗരഹിത പ്രബോധനം. ശ്രദ്ധിക്കണം, ഇതൊരു തവണ ചോദിച്ചു. രണ്ടിലും നിയോഗരഹിത പ്രബോധനമുണ്ട്, നിയോഗ രൂപമുണ്ട്. തിരിവുകാൻ ചാൻസ് ഉണ്ട്. നിയോഗരഹിതം പ്രബോധനം കോൾ റോജേഴ്സ് ആണ്. നിയോഗരൂപ പ്രബോധനം E.G. വില്യംസിനാണ്. തിരിഞ്ഞുപോകരുത്. നിയോഗരഹിത പ്രബോധനം കോൾ റോജേഴ്സും നിയോഗരൂപ പ്രബോധനം എന്നതിൻ്റെ ആശയം ഉപജ്ഞാതാവ് E.G. വില്യംസിനുമാണ്. പരിശീലന സിദ്ധാന്തത്തെ ഉപജ്ഞാതാവ് കാറൽ ഗ്രൂസ് ആണ്. പരിശീലന സിദ്ധാന്ത ഉപജ്ഞാതാവാണ് കാറൽ ഗ്രൂസ് എന്ന വ്യക്തിയാണ്. ഇതൊക്കെ ഒരു അപൂർവമായി ചോദിച്ചതാണ്, ഒരു റെയർ ഫാക്റ്റ് ആണ്. ബൗദ്ധിക വികാസ സിദ്ധാന്തം ഗത്രി, ചിലടത്ത് ഗുത്രി എന്നാണ്. കാരണം GU ആണ്, നമുക്ക് എങ്ങനെയും ഉച്ചരിക്കാം. ഇത് ഗത്രി എന്നും ഗുത്രി എന്നുമുള്ള ഓപ്ഷൻ തന്നു ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ബൗദ്ധിക വികാസ സിദ്ധാന്തം ഓർത്ത് വെക്കുക. ഒന്നുകൂടി, വ്യക്തി അധിഷ്ഠിത ചികിത്സ എന്തായിരിക്കാം? കോൾ റോജേഴ്സ് ആണ്. വ്യക്തി അധിഷ്ഠിത ചികിത്സയുടെ മറ്റു പേരാണ് എന്ത്? പേഴ്സൺ സെന്റേർഡ് തെറാപ്പി, കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ്. നിയോഗരഹിത പ്രബോധനം കോൾ റോജേഴ്സ് തന്നെയാണ്. നിയോഗ രൂപ പ്രബോധനം E.G. വില്യംസിനാണ്. പരിശീലന സിദ്ധാന്തം കാറൽ ഗ്രൂസ് ആണ്. ഭൗതിക വികാസ സിദ്ധാന്തം ഗത്രിയാണ്. വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തം, വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തം കാൾ യുങ് ആണ്. വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തം കാൾ യുങ് ആണ്. നിപുണന പഠനം ബെഞ്ചമിൻ ബ്ലൂം ആണ്. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് നിപുണന പഠനത്തിന് വിജ്ഞാതാവ്. ഓർത്ത് വെച്ചോണം, ചോദിച്ചിട്ടുണ്ട്. ബ്ലൂമിന്റെ ടാക്സോണമി എന്ന് നമുക്ക് അറിയത്തുള്ളൂ, പക്ഷെ നിപുണന പഠനം വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തം കാൾ യുങ് ആണ്. നിപുണന പഠനം ബെഞ്ചമിൻ ബ്ലൂം ആണ്. കണ്ടെത്തൽ പഠനം എത്ര തവണ ചോദിച്ചെന്ന് ഒരെത്തും പിടിയില്ല, അത്രത്തോളം കീഴ ചോദിച്ച ചോദ്യമാണ്. കണ്ടെത്തൽ പഠനം ജെറോമസ് ബ്രൂണറാണ്. സംപ്രത്യയ സിദ്ധാന്തം അതും ബ്രൂണറാണ്. ഒന്ന് രണ്ട് പരീക്ഷയ്ക്ക് കയറി ചോദിച്ചിട്ടുണ്ട്. UPSCക്ക് കയറി ചോദിച്ചു. സംപ്രത്യയ സിദ്ധാന്തം എന്താണ്? ബ്രൂണറുടെയാണ്. ചാക്രിക ആരോഹണ പഠനം ബ്രൂണറുടെയാണ്. സർപ്പിള രീതി പഠനത്തിൽ എന്ത്? സർപ്പിള രീതി, സ്പൈറൽ മെത്തേഡ് എന്നത് അല്ലേ. അതായത് ഒരാശയത്തെ കുട്ടി ഒന്നിലേക്കും തവണ പറയുന്നു. അമ്മ എന്നൊരു കൺസെപ്റ്റ് മനസ്സിൽ ഉറയ്ക്കാൻ, അമ്മയാണ് എൻ്റെ എല്ലാം, അമ്മ എനിക്ക് ആഹാരം തരുന്നു, അമ്മ പാട്ടുപാടി ഉറക്കുന്നു, അമ്മ പാല് തരുന്നു, ഇങ്ങനെ അമ്മ എന്നുള്ള കാര്യം പറഞ്ഞു പഠിക്കുന്നു. അതാണ് ചാക്രിക ആരോഹണം, സ്പൈറൽ മെത്തേഡ്, സർപ്പിള രീതി. എന്താണ് സർപ്പിള രീതി എന്ന് ചോദിച്ചാലും ആരാണ്? ജെറോമസ് ബ്രൂണർ തന്നെയാണ്. ഓർത്ത് വയ്ക്കുക. വൈയക്തിക സിദ്ധാന്തം ആൽപോർട്ടാണ്. അത് ചോദിച്ചുകൊണ്ട് ഓർത്തിച്ചണം. പ്രതല പ്രഭവ സവിശേഷ സിദ്ധാന്തം ചോദിച്ചാണ് കാറ്റലാണ്. ഇത് പലതും റെപ്പിറ്റേഷൻ തന്നെയാണ്. വ്യക്തിത്വ അപഗ്രഥന സിദ്ധാന്തം കോൾ യുങ് ആണ്. നിപുണന പഠനം ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. കണ്ടെത്തൽ പഠനം ആരാണ്? ബ്രൂണർ. സംപ്രത്യയ പഠനം ബ്രൂണറാണ്. ചാക്രിക ആരോഹണ പഠനം ബ്രൂണറാണ്. വൈയക്തിക സിദ്ധാന്തം ആൽപോർട്ടാണ്. പലരും പറഞ്ഞെങ്കിലും വൈയക്തിക സിദ്ധാന്തം ചോദിക്കുമ്പോൾ ഉത്തരം തേടിയാവും ആൽപോർട്ട്. പ്രതല പ്രഭവ സവിശേഷ സിദ്ധാന്തം കാറ്റൽ. ജന്മവാസന സിദ്ധാന്തം മക്ഡൂഗലാണ്. മുക്ത സാഹചര്യം ഫ്രോയിഡ് ആണ്. ചോദിച്ചതാണ്. മുക്ത സാഹചര്യത്തിന്റെ ഉപജ്ഞാതാവ്
ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്, മറന്നു പോകരുത്. സംവേദനം എന്നതിൻ്റെ ആശയം ചോദിച്ചാണ്. ഫെച്ചിനർ എന്ന വ്യക്തിയാണ് സംവേദനം. ജീവിതമണ്ഡലം എന്ന ആശയം ആരുടേതാണ് ചോദിച്ചിട്ടുണ്ട്? കർട്ട് ലെവിൻ. ക്ഷേത്ര സിദ്ധാന്തം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഫീൽഡ് തിയറി, ക്ഷേത്ര സിദ്ധാന്തം, അതുപോലെ വരുന്ന ജീവിതമണ്ഡലം കർട്ട് ലെവിൻ. ഫൈ പ്രതിഭാസം ചോദിച്ചു, മാക്സ് വെർത്തിമർ. ഓർത്ത് വയ്ക്കുക, ഫൈ പ്രതിഭാസം. എന്തൊക്കെയാണ്? ജന്മവാസന സിദ്ധാന്തം മക്ഡൂഗലാണ്. മുക്ത സാഹചര്യത്തിന് ഉപജ്ഞാതാവ് എന്തായിരിക്കാം? ഫ്രോയിഡാണ്. സംവേദനം ഫെച്ചിനറാണ്. ജീവിതമണ്ഡലം കർട്ട് ലെവിൻ. പൈ പ്രതിഭാസം മാക്സ് വെർത്തിമർ. അപ്പം കുറേയധികം പോയിന്റ് നോക്കി, ഒരുപാട് തവണ ആവർത്തിച്ചതും ചോദിക്കാൻ ചാൻസുള്ളമായ പോയിന്റുകളാണ്. പല സിദ്ധാന്തവും അനുപജ്ഞാതാക്കളെയും അവർ കൊണ്ടുവന്ന പല ടേംസുകളെയും പരിചയപ്പെട്ടു. 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. ഒരു വ്യക്തിയോട് തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉപകാരപ്രദമാണെന്ന് കരുതുന്നു.